പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ബഹുമാന്യരായ ദൈവമക്കളെ, സ്നേഹിതരെ, മാതാപിതാക്കളെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വവും മാനവും അർപ്പിക്കുന്നു. ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും ഏറ്റവും നന്മയുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവചന ശബ്ദം നാം കേൾക്കുമ്പോൾ പലപ്പോഴും ഇന്നത്തെ കാലയളവിൽ ഒരു ദൈവശബ്ദം, ഒരു പ്രവചനം കേൾക്കുമ്പോൾ അതിൻ്റെ പല വശങ്ങളിൽ നിന്നുകൊണ്ട്, പല ആംഗിളിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കാറുണ്ട്. അത് നടക്കുന്നതാണോ, സാധ്യതയുള്ളതാണോ എന്നൊക്കെയുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ഒരു പുരോഹിത കുടുംബത്തിലുള്ള സെഖര്യാവും എലിസബത്തും അവരുടെ ജീവിതത്തിനകത്തൊരു തലമുറയെ കാണാൻ കഴിയാതെ ഒട്ടനവധി പ്രാർത്ഥിച്ചും നിരവധി പ്രാർത്ഥനയിലും ഇരുന്ന ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഒരു മറുപടി കൊടുക്കുന്ന ഭാഗമാണ് വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. എന്നാൽ സെഖര്യാവിൻ്റെ ചോദ്യം, ദൂതൻ നേരിട്ട് സെഖര്യാവിൻ്റെ അടുക്കൽ നിന്ന് പ്രവചനം പറയുമ്പോൾ, ദൂത് കൊടുക്കുമ്പോൾ സെഖര്യാവിൻ്റെ സംശയമാണ് നാം വായിച്ച വേദഭാഗം. ഇന്ന് നമ്മളിൽ പലർക്കും ഉളവാകുന്ന ഒരു ചോദ്യമാണ്. ദൂത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ദൂത് ഞങ്ങൾ കേൾക്കുന്നു, പക്ഷെ ഞങ്ങൾ എന്തൊന്നിനാൽ ഇതറിയും? ദൈവത്തിന് സ്തോത്രം. ഇതെങ്ങനെ വിശ്വസിക്കണം? കാരണം ലൈഫിലുടനീളം പ്രാർത്ഥനയല്ലാതെ, അനേകം വ്യക്തികളോട് പ്രാർത്ഥിക്കാൻ പറയുകയല്ലാതെ മറുപടി കാണുന്നില്ല, മറുപടി ലഭ്യമാകുന്നില്ല. അങ്ങനെ എനിക്ക് ഈ ചോദ്യത്തിന് അവിടെ വളരെ പ്രശസ്തി വരികയാണ്. സെഖര്യാവും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഇത് എന്തൊന്നിനാൽ ഞങ്ങൾ അറിയും? എന്താ ദൂതൻ പറഞ്ഞ ദൂത്? അതിൻ്റെ 13-ാമത്തെ വേദഭാഗത്തിൽ വായിക്കുന്നു. ദൂതൻ അവനോട് പറഞ്ഞു, സെഖര്യാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. സെഖര്യാവിനോട് ദൂതൻ പറയുന്ന വളരെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന ദൂതാണ്. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന് എന്തു പേരിടണമെന്ന് പോലും ദൂത് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദൂതിന് മറ്റൊരു വശം സെഖര്യാവെ നീ ആലോചിക്കേണ്ടതില്ല. ഇന്ന് ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട്, ബഹുമാന്യരായ ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥതയോടൊരു പ്രവചന ശബ്ദമായി കൈമാറുന്നു. അതേ, കാലഘട്ടങ്ങൾ മാറി മാറി വന്നിട്ടും ഒട്ടനവധി ദൂതുകൾ കേട്ടിട്ടുണ്ടാകുക. എന്നാൽ ദൂതിന് ഒരു സ്തോത്രം വിശ്വസിക്കത്തക്ക നിലയിൽ നാളിതുവരെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലേക്കാം. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വിശ്വസിക്കത്തക്ക നിലയിൽ, അതേ, ഏറ്റവും ക്ലാരിഫിക്കേഷനോടെ, ഒന്നുകൂടെ പറഞ്ഞാൽ നാം അതിനെ ലഭിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. സെഖര്യാവിനോട് ദൂതൻ പറഞ്ഞ ദൂത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സെഖര്യാവിന് പറയാൻ ഒരു ചോദ്യം, ഒരു മറുപടി. ഞാൻ വയസ്സ് ചെന്നവനായി, ഞാൻ വൃദ്ധനായി, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളായി എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ചിലരുടെ ഉള്ളിലൂടെ മിന്നിമറയുന്ന ഒരു ചിന്ത,
അസാധ്യമായൊരു കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെറുതെ ആഗ്രഹം, വീണ്ടും ആഗ്രഹം തരികയല്ലേ. പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്നും വലിയ മറുപടി കിട്ടുമെന്നും വലിയൊരു ആഗ്രഹം മനസ്സിനകത്ത് കൊണ്ടിടുകയല്ലേ ഇപ്പോഴും എന്ന് ചിലരുടെ ഹൃദയത്തിലെങ്കിലും ഒരു തോന്നലുണ്ടായേക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൻ്റെ ആധികാരികതയോടെ കൈമാറുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നാം കൊടുത്ത അപേക്ഷകൾ കൈക്കൊണ്ട് ആ അപേക്ഷകളുടെ മറുപടി കരത്തിലെത്താനുള്ള സമയം ആയി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ദൂതനെ അപ്പോയിന്റ് ചെയ്ത് സെക്കര്യാവിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഈ ദൂത് പറഞ്ഞതിന് ശേഷം സെക്കര്യാവിൻ്റെ ചോദ്യമാണ് നാം വായിച്ചു കേട്ടത്. ഇത് എന്തൊന്നിനാൽ ഞാൻ അറിയും? ഇതാണ് ഇന്നത്തെ പലരുടെയും ചോദ്യം, പലരുടെയും ചിന്ത. യെസ്, ഈ ദൂത് ഞാൻ വിശ്വസിക്കുന്നു, ഈ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷേ ഇത് ഞങ്ങൾ എന്തൊന്നിനാൽ വിശ്വസിക്കണം? ഇത് ഞങ്ങൾ എന്തൊന്നിനാൽ അറിയും? അതല്ലേ നമ്മുടെ ചോദ്യം. അതിനുള്ള മറുപടിയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൈമാറുന്നത്. എന്തൊന്നിനാൽ അറിയുമെന്ന് ചോദിച്ച, പ്രാർത്ഥനാ റൂമിൽ കിടക്കയിൽ ഞരങ്ങിക്കൊണ്ട്, ഹൃദയം പൊട്ടിക്കൊണ്ട്, വേദനയോടെ അവൻ ചോദിച്ച ചില ചോദ്യങ്ങൾ, ഒത്തിരി ദൂതുകൾ എൻ്റെ പുറകെ കിടപ്പുണ്ട്, ഒത്തിരി വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്, ഒന്നും പ്രാവർത്തികമാകുന്നില്ല. ലൈവിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥകൾ, സ്തോത്രം, വളരെ വളരെ ശോചനീയമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ദൂതാണെങ്കിൽ വളരെ വലിയതാണ്. ഒട്ടനവധി ദൂതുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിലുടനീളം കഷ്ടതയും നെടുവീർപ്പുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതിനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് കൈമാറുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. നാളിതുവരെ കണ്ണുനീരൊഴുക്കിയത്, നാളിതുവരെ കരഞ്ഞത്, നാളിതുവരെ അപേക്ഷിച്ചത്, മറ്റാരും കാണാതെ പ്രാർത്ഥനാ റൂമിൽ തനിച്ചിരുന്ന് കരഞ്ഞ ചില പ്രാർത്ഥനയുടെ മറുപടി ആയിരിക്കുന്നു എന്ന് ദൈവവചനത്തെ മുൻനിർത്തി അടിസ്ഥാനപ്പെടുത്തി ഞാൻ കൈമാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഭാരമായി തോന്നിയ വിഷയമില്ലേ? ഈ വിഷയത്തിലൊന്നും വലിയ മറുപടി ലഭിക്കാൻ പോകുന്നില്ല. ഈ വിഷയത്തിനകത്ത് വലിയ കരുതലുകളൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ സാക്ഷ്യം കേട്ടിട്ടേ ഉള്ളൂ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര മറുപടി കിട്ടുമെന്ന്. എന്തേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത്? ഇങ്ങനെ ചോദ്യങ്ങൾ മിന്നിമറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലൂടെ പോയേക്കാം. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, വിശ്വസിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ സെക്കര്യാവിനോട് പറയുന്ന ദൂതിന് സെക്കര്യാവ് കൊടുക്കുകയാണ്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ സെക്കര്യാവ് പറയാ, ഏറ്റവും കഠിനമായ, ഏറ്റവും അസാധ്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അത് നടപ്പുള്ളൊരു കാര്യമല്ല, അത് നടക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, അങ്ങനെ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ദൈവിക മറുപടികൾ, പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ, വളരെ ദൈവാശ്രയ ബോധ്യത്തോടെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടികൾ എൻ്റെ കരത്തിൽ ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.